ഹായ് ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഈദ് വ്ളോഗാണ്, അതുകൊണ്ട് തന്നെ ഈദ് മുബാറക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഈദ്ഗാഹിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അരിപ്പത്തിരിയും ബീഫ് കറിയാണ് കഴിച്ചത്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ബിരിയാണി പ്രിപ്പയർ ചെയ്തു. ചിക്കൻ ബിരിയാണിയാണ് നമ്മളുണ്ടാക്കിയത്. കഴിഞ്ഞ തവണ നമ്മൾ മന്തി ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് പ്ലാനിട്ട് പിന്നെ നേരത്തെ തന്നെ ഞങ്ങൾ പരിപാടി കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് വലിയ താമസം വന്നില്ല. പിന്നെ നമ്മൾ പപ്പടമൊക്കെ കാച്ചി സലാഡൊക്കെ ഉണ്ടാക്കി കടുമാങ്ങ അച്ചാറും പൈനാപ്പിൾ അരിഞ്ഞു ഐസ്ക്രീമും സ്പ്രൈറ്റൊക്കെ ആയിട്ട് നമ്മൾ ഉച്ചക്കത്ത് നല്ല ആവശ്യമായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരുന്നപ്പോഴും എല്ലാവർക്കും ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ വാപ്പിക്ക് പുറത്തോട്ട് എവിടെയെങ്കിലും പോയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പോൾ വാപ്പിക്ക് വലിയഴിക്കൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ എല്ലാവരും കൂടി പറഞ്ഞ് ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളതാണ് വലിയഴിക്കൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫോട്ടോ കൊച്ചിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി പെട്രോളൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉച്ച കഴിഞ്ഞ് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, അതുകൊണ്ട് തന്നെ താമസിച്ചു. അവിടെ ചെന്നപ്പോഴേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. അതിനപ്പുറം തന്നെ പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നു. കാർ അങ്ങ് ദൂരെ കൊണ്ടാണ് പാർക്ക് ചെയ്തത്. പിന്നെ അവിടെ നമ്മൾ നടന്നിങ്ങ് വരുവാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ നിന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പാർക്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു, മുട്ട ബജിയും ഒക്കെ കഴിച്ചു. കുഞ്ഞിനൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിന് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മൾ ആലപ്പുഴക്കാർ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ പോയി റിലാക്സ് ചെയ്യുന്ന പോലെ ആയിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ മൊത്തവും ആ ഫോട്ടോ വെച്ച് ബീച്ചിലുണ്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, നമ്മൾ പോയി ജസ്റ്റ് എൻജോയ് ചെയ്തു. പിന്നെ കുറച്ചധികം നേരം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഷൂട്ടിങ്ങും കൂടി നടക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. അപ്പം എന്തിൻ്റെ ഷൂട്ടിങ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതും കൂടി ആയപ്പോൾ പിന്നെ തിരക്കിൻ്റെ കാര്യം പറയണ്ട. പിന്നെ പെട്ടെന്ന് നേരം ഇരുട്ടി. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. പിന്നെ ഇരുട്ടി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അതുപോലെ കാറിന് അങ്ങോട്ട് അത്യാവശ്യം നല്ല നടക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങുകയും ചെയ്ത്. ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതിന് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങത്തുള്ളായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് സമയമായിട്ട് അങ്ങനെ കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി ഫോറം മാൾ വീട്ടിൽ പോകുന്ന വഴിക്ക്, എന്തായാലും ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിക്ക് ഫോറം മാളിലും കൂടി കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോഴേക്കും അതിനപ്പുറം തിരക്കായിരുന്നു, പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നു. ഓരോരുത്തർ ചെല്ലുമ്പോഴേക്കും മുകളിലോട്ട് പറഞ്ഞ് നമ്മൾ P6 പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. P6 വരെ കറങ്ങി കയറിയപ്പോഴേക്കും നമുക്ക് നല്ല തലകറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സമയത്ത് ആ ലൈറ്റും ആ ഇരുട്ടിനകത്ത് ലൈറ്റുകൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്ത് ഈ P6 മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുഞ്ഞ് അവിടെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര നിർബന്ധവും കരച്ചിലൊക്കെ ആയിരുന്നു. അവൻ 2 ദിവസം കൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അകത്തോട്ട് കയറി. അവിടെ ലിഫ്റ്റ് കയറാൻ നിന്നപ്പോൾ അതിനപ്പുറം തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇവരുടെ തന്നെ വണ്ടി ഉണ്ടായിരുന്നു, നമ്മളെ താഴത്ത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ താഴത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹൈപ്പർ മാർക്കറ്റിലാണ് നമ്മൾ ആദ്യം കയറിയത്. അവിടെ നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഈ എസ്കലേറ്ററിൻ്റെ അവിടെയായിട്ട് നമുക്കിത് കീപ്പ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ വെച്ചു. നമുക്കൊരു ടോക്കൺ അവർ തരും. പിന്നെ ഇവിടുത്തെ തിരക്ക് ഞാൻ കാണിച്ചത് ഇതുകൊണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ നിൽക്കുന്ന വലിയ ക്യൂ ആണത്. പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ ബിഗ് ബോസിൽ അഭിഷേകിനെ കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പാവമായിട്ട് നല്ല ആളാണ്, നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് തോന്നി, വലിയ ജാടയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈദ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ, ഈദ് ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.